പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ കല്യാണം കുറ്റിപ്പുറത്ത് ഒലിവ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്നു. കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സിനിമാ നടന്മാരും മറ്റ് പ്രമുഖ വ്യക്തികളടക്കം ഒരുപാട് പേർ ഇതിൽ പങ്കെടുത്തു. 12,000 ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഏതോ പത്രത്തിൻ്റെ മൂലയിലോ മുക്കിലോ ഞാനും കണ്ടു. എത്രയോ മനുഷ്യർ കല്യാണം കഴിക്കുന്നു. പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ മകനും കല്യാണം കഴിക്കട്ടെ എന്ന് കരുതി ഞാനത് വിട്ടു. പക്ഷേ 2 ദിവസത്തിന് മുമ്പ് എൻ്റെ സുഹൃത്തും ഹൈക്കോടതി അഭിഭാഷകനും പെരുമ്പാവൂർ സ്വദേശിയും എറണാകുളം ലോ കോളേജിൽ സഹപാഠിയുമായിരുന്ന സിറാജ് കാരോളി ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു. അതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. മെയിൻ മെനു നോക്കുകയാണെങ്കിൽ നെയ്ച്ചോറ്, മട്ടൻ കുറുമ, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബ്രോസ്റ്റ്. സിറാജ് പറയുന്നത് 12,000 ആളുകൾക്ക് ബിരിയാണി കൊടുക്കണമെങ്കിൽ രൂപ എത്ര വേണം? എന്തൊരു ആർഭാടമാണ്! ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ആളുകളല്ലേ പാണക്കാട്ട് തങ്ങന്മാർ. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ എത്ര പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആർഭാട വിവാഹം നടത്താൻ പാടില്ല, ലളിതമായ വിവാഹമാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചക ചര്യ നമ്മൾ പിന്തുടരണം എന്നൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് സിറാജിൻ്റെ ചോദ്യം. സിറാജ് ചോദിച്ചതിൽ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അത് 2008-ലോ 2009-ലോ ആയിരിക്കാം, ആ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ആർഭാട വിവാഹത്തിനെതിരായിട്ട് വലിയൊരു ഫത്വ പുറപ്പെടുവിച്ചു. എന്ന് മാത്രമല്ല, ഇനി മേലിൽ ലീഗുമായി ബന്ധപ്പെട്ട മതപണ്ഡിതന്മാരാരും തന്നെ, പാണക്കാട് തങ്ങളടക്കം, ആർഭാട വിവാഹങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുകയില്ല എന്നും കൂടി അതിൻ്റെ അകത്ത് എഴുതി വെച്ചു.